പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് റസ്മിനും അറിഞ്ഞു. ഹോസ്പിറ്റലിൽ റസ്മിൻ പോയിട്ട് വന്നതിന് ശേഷമുള്ള റസ്മിൻ്റെ പെരുമാറ്റം നമ്മളെല്ലാവരും കൃത്യമായിട്ട് കണ്ടതാണ്. ജാസ്മിൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞു കൊടുക്കുന്നതും നീ ഗബ്രി എടുത്ത് കാണിക്കുന്ന സാധനമൊന്നും നിനക്ക് തിരിച്ച് ഗബ്രിയുടെ അടുത്തില്ല എന്നെല്ലാം പറയുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ റസ്മിൻ പഴയതുപോലെയുള്ള ആ ഒരു കത്തിക്കയറ്റമൊന്നുമില്ല. റസ്മിൻ്റെ നെഗറ്റീവ്സ് കുറേയൊക്കെ റസ്മിന് മനസ്സിലായി. എങ്ങനെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ആ സംഭവം അങ്ങനെ നിലനിൽക്കുവാണ്. ഇന്ന് ജിൻഡോ ആ സാധനം പൊട്ടിച്ചു. ബാത്റൂമിനകത്ത് കയറി ക്യൂടെക്സ് വെച്ച് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ടിഷ്യൂ പേപ്പറിൽ ഇവർ ഓരോ ക്ലൂസ് അല്ലെങ്കിൽ ഹിൻസ് കൈമാറി വേസ്റ്റ് ബിന്നിൻ്റെ അടിയിൽ വെക്കുവാണ്. ഇത് ജാസ്മിനും ഗബ്രിക്കും അതുപോലെ തന്നെ ശ്രീധുവിനും അർജുനുമാണ് കൈമാറുന്നതെന്ന്. ശരിക്കും ഇങ്ങനൊരു സംഭവമുണ്ടോ? ആരാണ് ശരി, ആരാണ് തെറ്റ്? ബിഗ് ബോസ് ഇതിനകത്തൊരു കളി കളിച്ചിട്ടുണ്ടോ? കാരണം റസ്മിൻ ഈ കേസ് പറയുമ്പോഴത്തേക്കും ജിൻഡോയെ എടുത്തിട്ട് കുടയുന്നുണ്ട്. ഈ സംഭവം പുറത്ത് എയർ ചെയ്യുന്നുണ്ട്. ജിൻഡോയെ എടുത്തിട്ട് വീട്ടുകാർ ഫുള്ള് കുടയുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടോ? അവിടെ ബിഗ് ബോസ് ജിൻഡോയെ അടിച്ചിരുത്താൻ വേണ്ടി ചെയ്തൊരു സാധനമല്ലേ അത്? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ആയത്. ആ കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. പിന്നെ നമ്മുടെ ചലഞ്ചിങ് ടാസ്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചലഞ്ചിങ് ടാസ്കിൽ നമ്മുടെ ജിൻഡോയുടെ ടീം ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇന്ന് നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഞാൻ ഇന്ന് വളരെ ചുരുക്കി പറയാം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇന്ന് വീഡിയോ ഇട്ട് ഓരോ എക്സ്ക്ലൂസീവ് സാധനം ഇട്ട് അലറി കയറി എൻ്റെ തൊണ്ടയെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇൻസ്റ്റാ പേജ് FB പേജൊക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, ഇന്ന് രാവിലത്തെ പാട്ട് നമ്മുടെ ചെക്കൻ്റെ കല്യാണം പൊളിയാണ് ആ പാട്ടാണ്. പിന്നീട് ഇന്ന് രാവിലെ നടക്കുന്ന പ്രധാന ഇഷ്യൂ, ശ്രീധു നമ്മുടെ ജിൻഡോയുടെ അടുത്ത് നിങ്ങളിന്ന് രാവിലെ കുക്കിംഗ് ടീം അല്ലേ, നിങ്ങൾ കട്ടൻ ചായ ഇട്ടില്ലേ എന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മുള്ളും, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കിച്ചണിൽ എനിക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല, എനിക്ക് ആദ്യം ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ശ്രീധു നേരെ അൻസിബയെടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് ജിൻഡോയെ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റുന്നു. കിച്ചൺ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റിയിട്ട് അൻസിബേനെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അഭിഷേക് ജയദീപ് പറയുന്നുണ്ട് ജാസ്മിന് വയ്യ, രാവിലെ തന്നെ ജാസ്മിന് വയ്യ, ഭയങ്കര പനിയാണ്. അപ്പം ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗബ്രി ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കാമുകിയൊക്കെ പോകുമ്പോൾ കൊണ്ട് പോവാണ് ജാസ്മിനെ കൊണ്ട്. പിന്നീട് അഭിഷേക് ജയദീപ് പറയുന്ന ടിഷ്യൂ പേപ്പർ ബാത്റൂമിൽ എവിടെയായിട്ട് കിടക്കുന്നുണ്ട്, തറയിൽ കിടക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശ്രീധു പറയണം അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ എന്നെ സിമ്പിളായിട്ടും കളയുമ്പോഴത്തേക്കും ജിൻഡോ പറയാണ് അത് ഇപ്പം ശ്രീധു അത് ആരാണെന്നിങ്ങനെ ചോദിക്കേണ്ടി വരുമ്പോഴത്തേക്കും എന്തിനാണ് റസ്മിൻ ടിഷ്യൂ പേപ്പർ ഇട്ടിരുന്ന സമയത്ത് നീ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തില്ലല്ലോ, ഇപ്പം പിന്നെ നീ എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നത് എന്നുള്ള ലെവലിൽ ചോദിക്കുമ്പം നിങ്ങൾ പറയുന്ന കാര്യമല്ല, പണിഷ്മെൻറ്റ് ആർക്ക് കൊടുക്കണം, എന്തിന് പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ ഒരിക്കലും നിങ്ങളല്ല ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഒരു വഴക്കാവുകയാണ്. അപ്പോൾ ശരണ്യ ഒരു ഗ്ലാസ് പൊക്കി പിടിച്ചുകൊണ്ട് ഇതിനകത്ത് ലിപ്സ്റ്റിക്കിൻ്റെതായിരിക്കുകയാണ്, ഇത് ആരാണ് യൂസ് ചെയ്തത്, ഇവിടെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ നടക്കുന്നത്, അപ്പോൾ ആരും കേൾക്കത്തില്ല എന്ന് ശ്രീധു പറയുവാണ്. പിന്നീട് മെയിനായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സിബിൻ ബ്രോ നിങ്ങൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, അത് ഞാൻ സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറയുവാണ്. അതിനുശേഷമാണ് പിന്നീട് സിബിൻ സീക്രട്ടായിട്ട് എന്തോ ശ്രീരേഖ അടുത്ത് പറയുന്നു. പിന്നീട് ശ്രീരേഖ എഴുന്നേറ്റ് പോകുന്നു. എന്നാലും ശ്രീരേഖ അടുത്ത് സിബിൻ പറയണേ ഇന്നലെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഓക്കെ ആവാൻ പറ്റും എന്നാണ് കരുതിയത്, പക്ഷെ ഇന്നലത്തെ രാത്രി എൻ്റെ ചെവിയിൽ ആരൊക്കെയോ അത് സംസാരിക്കുകയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നെപ്പറ്റി കുറ്റം പറയുമ്പോഴാണ് തോന്നുന്നു, ഇവിടെ ഞാൻ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ അത് പ്രശ്നമാവുമോ എന്നെനിക്ക് നല്ല പേടിയുണ്ട് എന്നല്ല. അപ്പോൾ നീ ധൈര്യമായിട്ട് നിൽക്കണം, ചലഞ്ചായിട്ട് കാണണം, നീ ഫൈനൽ 5-ൽ എത്താൻ കാലിബറുള്ള ആളാണ്, വിന്നിങ് മെറ്റീരിയലാണ് നീ എന്നെല്ലാം പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് സിബിനെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ്. എന്നാലും ഡോക്ടറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് വേണം. അപ്പം എന്താ പറയുക, അപ്പോൾ സിബിൻ പറയാണ് എനിക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല, ഇന്ന് എനിക്ക് ഒട്ടും വയ്യാന്നുണ്ടെങ്കിൽ ഇന്ന് പോകുന്നതല്ലേ നല്ലത്, നാളെ വരെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ മാറും, നിങ്ങൾ പരിശ്രമിക്കണം എന്നെല്ലാം പറയുന്നു. രാവിലെ തന്നെ പിന്നീടാണ് മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് നമ്മൾ ഇല്ലാത്തൊരു കാര്യം, ഒരു കള്ളം പറയുക, ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂസ് ചെയ്തിട്ട് ഒരു കള്ളം പറയുക എന്നുള്ളതായിരുന്നു മോർണിംഗ് ടാസ്ക്. അപ്പോൾ കുറച്ച് പേര് കളിയായിട്ട് പറയുന്നുണ്ട്, കുറച്ച് പേര് സീരിയസ് ആക്കി പറയുന്നുണ്ട്. ഞാൻ അത് വലുതായിട്ട് ആ ടോപ്പിക്ക് എടുത്തിടുന്നില്ല, അത് വലിയ ഇതുള്ള ഒരു ടോപ്പിക്കല്ല. പിന്നീട് അതിനുശേഷമാണ് ജിൻഡോ പൊതു ഇരിക്കുന്ന സമയത്ത് സിബിനും നന്ദനയും അതുപോലെ അഭിഷേക് ശ്രീകുമാരൊക്കെ ഉണ്ട്. അപ്സര പേപ്പർ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്, അത്
അവർക്ക് ഇത് വെച്ച് എഴുതിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം കൈമാറാനാണ്. ടോയ്ലറ്റിനകത്ത് ഇപ്പോൾ ഇവിടെ പലരും ചെയ്യുന്ന വില ടോയ്ലറ്റിനകത്ത് ലിപ്സ്റ്റിക്ക് വെച്ച് അല്ലെങ്കിൽ ക്യൂടെക്സ് വെച്ച് അല്ലെങ്കിൽ ഐലൈനർ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ എഴുതി കൊണ്ടുവന്ന് ഹിൻ്റായിട്ട് കൊണ്ട് ബാത്റൂമിനകത്ത് വെക്കും. ബാത്റൂമിനകത്ത് ഹിൻ്റായിട്ട് വെക്കുമ്പോൾ ഇത് പോയി അടുത്ത ആൾ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതാണ് ഇവർ ചെയ്യുന്നത്. ബാത്റൂം അടച്ചല്ലിട്ട് ഇവരൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ പിന്നീട് സായി സിബിൻ്റെ അടുത്ത് പറയുകയാണ്, ജിൻഡോ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ജിൻഡോ കളിക്കാൻ വന്നിരിക്കുന്ന ആളാണ്. ജിൻഡോ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ജിൻഡോ നമുക്ക് കളിക്കാൻ പറ്റിയ ആളാണ് ജിൻഡോ. അപ്പോൾ റസ്മിൻ്റെ ബാക്കിൽ നിന്ന് ഇപ്പോൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജിൻഡോ എന്ന് പറയുന്നു. പിന്നീട് സിബിൻ ക്യാമറ എടുത്ത് ബിഗ് ബോസ് എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഹെൽപ്പ് വേണം എന്ന് പറയുമ്പോൾ വീണ്ടും സിബിനെ കൺഫഷൻ റൂമിൽ വിളിക്കുന്നു. ഡോക്ടർ വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ എവിടെ നിന്ന് മാറ്റുവാണ്, പുറത്തേക്ക് കൊണ്ടുപോകാണെന്ന് പറയുന്നു. വീട്ടുകാർ അനൗൺസ് ചെയ്യുമ്പോഴാണ് വീട്ടുകാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാധനം ഇന്നലെ പ്രൊമോയിൽ കാണിച്ചത് നമ്മൾ കണ്ടത്. പുറത്തൊന്നും പോയിട്ടില്ല, ബിഗ് ബോസിന് അതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റാത്തടത്താണ്, അതിനകത്ത് തന്നെ ഉണ്ട്, അല്ലാതെ പുറത്തൊന്നും സിബിൻ പോയിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ സിബിൻ മടങ്ങി വരും. ഒത്തിരി പേര് ചോദിച്ചിരുന്നു, നിങ്ങളല്ലേ പറഞ്ഞ സിബിൻ പുറത്ത് പോയി എന്നുള്ളത്, അപ്പം സിബിൻ പുറത്ത് പോയില്ലേ എന്നൊക്കെ ഉള്ളതാണ് ചോദിച്ചത്. അതിനുശേഷം ചെറിയൊരു സിമ്പിൾ ടാസ്ക് അവർക്ക് കൊടുക്കുകയാണ്. ചലഞ്ചിങ് ടാസ്ക്കാണ്, പവർ ടവറാണ്. സെയിം നമ്മുടെ തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ടാസ്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ടാസ്ക്കാണ്. അതായത് ഓരോരോ പില്ലോ പോലത്തെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ കുറച്ചുകൂടെ ചെറുത്, ഇങ്ങനെ അടുക്കി 7 ബ്ലോക്കാക്കി വെക്കണം. നമ്മൾ 70s കളിക്കൂലേ, അതുപോലെ 7 ബ്ലോക്കാക്കി അടി വയ്ക്കണം. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്, ടീം ബേസ് ആയിട്ടാണ് മാറാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ജിൻഡോയുടെ ടീമിലേക്ക് ഇപ്പോൾ ജാസ്മിന് വയ്യ, അപ്പോൾ ജാസ്മിൻ പനിയായിട്ട് കിടപ്പിലാണ്. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് അധികം സമ്പർക്കം പുലർത്തരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് സിബിനാണ്. സിബിന് വിശ്രമമായിട്ട് സിബിൻ പോയി. പിന്നെ ആ ടീമിൽ 2 പേരേ ഉള്ളൂ, അൻസിബയും ജിൻഡോ. അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റനായിട്ടുള്ള ശ്രീധുവിൻ്റെ കൂടെ ആ ടീമിൽ മത്സരിക്കാൻ പറയുകയാണ് ബിഗ് ബോസ്. ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് പവർ ടീമാണ്. സൂപ്പറായിട്ട് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിലെ ഫിസിക്കലൊക്കെ കുറേ അറ്റാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ടെങ്കിലും ആ ടാസ്കിൽ ജിൻഡോയുടെ ടീമും ജയിക്കുവാണ്. ഓക്കെ, അപ്പോൾ അതും അങ്ങനെ കഴിയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഇവർക്കൊരു ടാസ്ക്, നിമിഷ കവി എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒരു വാക്ക് പറയും, ആ വാക്ക് വെച്ചൊരു കള്ളപ്പാട്ട് പാടണം, പിന്നെ പാടി ടീം ബേസിങ്ങിനെ പാടണം. ജസ്റ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ്. അത് കഴിയുന്നു. ഇത്രയാണ് മെയിൻ എപ്പിസോഡുള്ളത്. ഇനി പ്ലസ്സിലുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. റസ്മിൻ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം റസ്മിൻ എന്താ പറയുക, ഈ പറയുന്ന ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കോംബോ ഹിറ്റാണെന്നും അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നും ടിഷ്യൂ പേപ്പറിൽ എഴുതി ഇവിടെ ബാത്റൂമിനകത്ത് വെച്ചു. അതായത് ഐലൈനറൊക്കെ ഇതൊക്കെ പറക്കി കൊണ്ടുപോയി ബാത്റൂമിനകത്തിരുന്ന് എഴുതിയിട്ട് വേസ്റ്റ് ബക്കറ്റിൻ്റെ അടിയിൽ വെച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ നെഗറ്റീവാണെന്നും ഈ സാധനവും എഴുതി അതിൻ്റെ അടിയിൽ വെച്ചു എന്ന് ജിൻഡോ ആരോപിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് കാര്യങ്ങൾ കുറേ പേരെടുത്ത് പറഞ്ഞപ്പോൾ ഇതുപോലെ റസ്മിൻ പുറത്ത് പോയിട്ട് റസ്മിൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നൊരു സംഭവം ഇൻഡയറക്റ്റായിട്ട് ആ ജിൻഡോ പറയുവാണ്. അപ്പോഴത്തേക്കും റസ്മിൻ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ റസ്മിൻ അത് തന്ത്രപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഇല്ല എന്ന് തന്നെ കരുതിക്കോട്ടെ, ഓൾറെഡി അങ്ങനെ ഒരു സാധനം ഉണ്ട്. കാരണം റസ്മിൻ തിരിച്ചു വന്നതിന് ശേഷം നമുക്കറിയാം റസ്മിൻ്റെ പത്തി താന്നിരിക്കുകയാണ്. റസ്മിൻ ഒരു പ്രശ്നത്തിലും ഇടപെടുന്നില്ല, ഞാനൊന്ന് താന്നിരിക്കാമെന്നുള്ള മട്ടിലിരിക്കുകയാണ്. ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും അധികം ഇല്ല, ശ്രീധുവിൻ്റെ അടുത്തും അർജുൻ്റെ അടുത്താണ് ഇപ്പോൾ അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജാസ്മിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്, നീ ഗബ്രിയുടെ അടുത്ത് കാണിക്കുമ്പോൾ ഗബ്രിക്ക് നിൻ്റെ അടുത്ത് തിരിച്ചൊന്നുമില്ല, നീ അത് മനസ്സിലാക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ റസ്മിൻ ഇത് നേരെ പോയി ക്യാമറ എടുത്ത് ബിഗ് ബോസ് ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുറത്ത് കാര്യങ്ങൾ അറിഞ്ഞു, അത് വന്ന് അകത്ത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അതിന് ബിഗ് ബോസ് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണം. ബിഗ് ബോസിൻ്റെ എന്താ പറയുക കോൺഫിഡൻഷ്യാലിറ്റി തന്നെയാണ് അതിനെ ഈ ജിൻഡോ ചോദ്യം ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ബിഗ് ബോസ് ഈ സാധനം നമ്മൾ ഈ ടെലികാസ്റ്റിലൂടെ ബിഗ് ബോസ് പ്ലസിലൂടെ അത് കാണുകയാണ്. അപ്പോഴത്തേക്കും ഈ സാധനം പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ നമ്മൾ ചിന്തിക്കും, ആ ബിഗ് ബോസ് ഇത് എയർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ടെലികാസ്റ്റ് ചെയ്യുമോ, മനസ്സിലായോ? നമ്മൾ അങ്ങനെ വിചാരിക്കുകയുള്ളൂ. എന്നിട്ട് ജിൻഡോയെ പിടിച്ച് എല്ലാവരും കൂടെ പിടിച്ച് ക്രൂശിക്കുന്നുണ്ട് റസ്മിൻ, പബ്ലിക്കായിട്ട് കോർട്ടൊക്കെ വിളിച്ച് വരുത്തിയിട്ട്. അപ്പം ഈ സംഭവം കാണിക്കുന്നത് ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വന്നപ്പം ജിൻഡോയെ നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്യണം. അതിപ്പോൾ ഈ ജിൻഡോ പറഞ്ഞ ഈ കാര്യം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ജിൻഡോയെ നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്യുകയും വേണം. അതേസമയം റസ്മിൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് റസ്മിൻ ക്യാമറയോട് പോയിട്ട് ബിഗ് ബോസ് ജിൻഡോ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞു എന്നുള്ളത്, അപ്പോൾ അതൊന്ന് ബിഗ് ബോസ് ക്ലാരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ സംഭവം ടെലികാസ്റ്റ് ചെയ്തത്. മനസ്സിലായോ? നമ്മളിത് കാണുമ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു കള്ളത്തരവും ഇല്ല, പുറത്ത് പോയിട്ട് റസ്മിനൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഈ സീൻ ടെലികാസ്റ്റിൽ വന്നത്, അല്ലെങ്കിൽ അവർക്കത് സിംപ്ലി കട്ട് ചെയ്തുകൂടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ സംഭവം ഇതാണ്, കട്ട് ചെയ്യാൻ പറ്റത്തില്ല.
ഈ സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിലുണ്ടായിരുന്നു എപ്പിസോഡിൽ എന്തുകൊണ്ട് ഇല്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ലൈവിൽ ആ സമയത്ത് എല്ലാവരും ഒരു ക്യാമറയുടെ അണ്ടറിലായിരുന്നത് കൊണ്ട് അത് ടെലികാസ്റ്റിൽ പോയേ പറ്റത്തുള്ളൂ. അവർക്ക് വേറൊരു ക്യാമറ ആ സമയത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, മനസ്സിലായോ? അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഇല്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉൾ മൈൻഡിൽ ജിൻഡോയെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് റസ്മിൻ കാണിച്ച കള്ളത്തരത്തിനെ മറക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ജിൻഡോ റസ്മിനെ മലർത്തി അടിച്ചു, റസ്മിൻ മറഞ്ഞു വീണ് കിടക്കുവാണ്. ഇതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് നടന്ന ഇൻസിഡൻറ്റ്. വേറെ എനിക്കൊന്നും പറയാനില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് വയ്യ, സൗണ്ട് ഒട്ടും വയ്യ എനിക്ക്. എന്നിട്ട് ഞാൻ ഈ മരിച്ച് കിടന്ന് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ നോട്ടീസ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ബിഗ് ബോസിന് അപ്ഡേറ്റ് ആയിട്ട് വേറെ 2 പ്രൊമോ 1-2 പുതിയതായിട്ട് ജാസ്മിൻ ഗബ്രിയുടെ റിലേഷൻ തിരിച്ചറിഞ്ഞതും അതോടൊപ്പം തന്നെ നമ്മുടെ സിജോ റീഎൻട്രി ചെയ്തിട്ട് സിജോയുടെ ഫേസൊക്കെ കാണിക്കുന്നത്, അതൊക്കെ ഞാനിപ്പോൾ അപ്ഡേറ്റ് ഇടാൻ പറ്റുമോ നോക്കട്ടെങ്കിൽ ഞാൻ അതുകൂടി ഇടാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.